ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഷഷ്ടി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി ഡൽഹിയിൽ ആർക്കെപ്പുരം മലൈ ടെമ്പിളിലാണ് പോയത്. അപ്പോൾ മുരുകൻ ടെമ്പിളാണ് അവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു ഇന്നവിടെ. അപ്പോൾ പഴനി പോലെയൊക്കെ തന്നെ നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് കേട്ടോ, ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് അമ്പലത്തിലെത്തിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. അപ്പം ഇന്ന് കാവടിയൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്തവരുടെയാണ്. അപ്പോൾ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എടുക്കുമെന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അറിയുന്നത്. പിന്നെ പറ്റിയില്ല. അതിന് ശേഷം ഞാൻ അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ ഒരു ആൻറ്റീനെയും ചേച്ചീനെയും കണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ പോയി. അവിടുന്ന് ചേച്ചി ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ കൂടെ മുകളിലായിട്ടായിരുന്നു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അങ്ങനെ ചേച്ചീൻ്റെ കൂടെ അവിടെ പോയി. പിന്നെ മോളൊക്കെ ഒന്ന് കണ്ടു. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് കണ്ടുകൊണ്ടിരുന്നു ചേച്ചീൻ്റെ കൂടെ. അപ്പോൾ ചേച്ചി പറഞ്ഞു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി. എൻ്റെ ദൈവമേ, എന്തൊരു റേറ്റാണ്! ഒരു ടോപ്പിന് തന്നെ 3000-4000 രൂപയാണ്. നമ്മൾ ഒരു 300-400 രൂപയുടെ ടോപ്പിൻ്റെ ആ റേറ്റൊക്കെ അതേപോലത്തെ ഉള്ള തുണിയൊക്കെ വരുന്നതാണ് കേട്ടോ. ഈ സാരിക്ക് 54,000 രൂപയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതും ഏകദേശം അത്രയും റേറ്റിൻ്റെയാണ്. പിന്നെ 35,000, 24,000 അങ്ങനെ റേറ്റ് കണ്ട് ഞെട്ടിപ്പോയി ഗൈസ്. ഞാൻ ചുമ്മാ എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കി ഇങ്ങനെ പോവായിരുന്നു. അതൊരു രസമായിരുന്നു. അങ്ങനെ റേറ്റൊക്കെ നോക്കി എല്ലാം ഞെട്ടി. വിലയ്ക്കുള്ള സാരി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ 200 രൂപ 300 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു റേറ്റിനുള്ള സാരികളായിരുന്നു. അപ്പോൾ ചുമ്മാ ഇങ്ങനെ റേറ്റൊക്കെ നോക്കി പോകാൻ ഒരു സുഖം. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. അപ്പോൾ ചേച്ചീൻ്റെ റെസ്റ്റോറൻ്റാണിത്, ചേച്ചി നടത്തുന്നത്. അപ്പം അവിടെ കുറേ പിക്കിൾസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ എടുത്ത് നോക്കി. പിന്നെ ബനാന ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.